എന്താ നിഹാരിക, നീ അങ്ങനെ നോക്കുന്നേ? തിരിച്ച് ഈ വീട്ടില് കാല് വച്ചതിന് എന്തോ വിജയം സാധിച്ചതുപോലെ നിനക്കെന്തോ അഹങ്കാരം ഉള്ളതുപോലെ തോന്നുന്നു. അതിര് കടക്കുന്നുണ്ട്. കം ബാക്ക്. ഞെട്ടിച്ചു കളഞ്ഞല്ലേ? നീയും നിന്റെ ഗ്യാങ്ങും ചേർന്ന് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചു. ആ ദൈവം പക്ഷേ വീണ്ടും എന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിച്ചു. ആരൊക്കെ എത്രയൊക്കെ തവണ എന്തൊക്കെ പ്രയത്നങ്ങൾ നടത്തിയാലും എന്റെ അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ വന്നുകൊണ്ടേയിരിക്കും. ഇനി പക്ഷേ പുറത്തേക്ക് പോവില്ല. വാഴാൻ പോവാ. നീ ഇവിടെ വാഴുന്നത് കണ്ടിട്ട് ഞാൻ വെറുതെ നോക്കി നിൽക്കുമെന്ന് കരുതിയോ? ഒരു കുഞ്ഞു ചെടി പറിക്കുന്ന ലാഘവത്തോടെ ഞാൻ നിന്നെ പറിച്ചു കളയും. നിനക്ക് ചെറിയ ചെടികളും ഈ കമ്പും പുല്ലും ഒക്കെ എടുത്ത് കളയാൻ പറ്റുമായിരിക്കും, പക്ഷെ മഹാവൃക്ഷം അളക്കാൻ കഴിയില്ല. ഈ വീടുമായിട്ടുള്ള എന്റെ ബന്ധം അത്രയ്ക്ക് ശക്തമാണ്. നിനക്ക് കഴിയില്ല. പിന്നെ ഈ അഹങ്കാരവും ആളുകളിക്കലും ഒക്കെ ആണെങ്കിൽ ബാഡ് ഹാബിറ്റ്സുമായിട്ട് പുറത്തുനിന്ന് വന്ന നിന്നെ പോലൊരാൾക്ക് ഇത്ര അഹങ്കാരം ഉള്ളപ്പോ ഇവിടുത്തെ അനന്തരവളായ എനിക്കെത്ര കാണും ഡിയോ? ഉണ്ടാവേണ്ടതിനേക്കാൾ അധികം ഉണ്ടായ അത് വലിയ പ്രശ്നമാണ്. തെറ്റുകൾ ചെയ്യുന്നവരെ പ്രശ്നങ്ങളെ കുറിച്ചോർത്ത് പേടിക്കേണ്ടതുള്ളൂ. ഞാനെന്തിനു പേടിക്കണം? ഇതിനു മുമ്പ് ഞാൻ ഇവിടുത്തെ അനന്തരവളാണെന്ന് അറിയാത്തതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും പറയാനാണെങ്കിലും എനിക്ക് അതിരുകൾ ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് മുന്നോട്ടിറങ്ങി വരാൻ പറ്റുമായിരുന്നില്ല. ഇപ്പൊ എനിക്ക് യാതൊരു അതിരുകളും ഇല്ല. എനിക്ക് നിന്നോട് ഓപ്പണായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയും. നീ എന്തൊക്കെ ചെയ്താലും ഭാവി മരുമകളെ തൊടാൻ നിനക്ക് കഴിയില്ല. ഇന്നത്തെ ദിവസം നിനക്ക് ചിലപ്പോ അനുകൂലമായിരിക്കും. ഈ കല്യാണം കഴിഞ്ഞാ എനിക്കായിരിക്കും ഇവിടെ കൂടുതൽ അധികാരം. അയ്യോ പൊട്ടിക്കാളി, നീ ഇപ്പോഴും സ്വപ്നലോകത്താണ് ജീവിക്കുന്നേ. എന്താ? നീ ഇവിടുത്തെ മരുമകളാവണ്ടേ ആദ്യം? മുഹൂർത്തമൊക്കെ നിർണയിച്ചു കഴിഞ്ഞു, അപ്പോ ആവാതെ ഇരിക്കോ? മണ്ഡപത്തിൽ വെച്ച് കല്യാണം മുടങ്ങി പോവാറുണ്ട്. മുഹൂർത്തം കുറിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഞങ്ങളുടെ കല്യാണത്തിന് മുഹൂർത്തം നിശ്ചയിച്ച ശേഷം തകർന്നു പോയവളാ നീ. ഇപ്പൊ എന്ത് കണ്ടിട്ടാ ഈ തിളയ്ക്കുന്നത്? ഓരോരുത്തർക്കും അവർക്ക് വേണ്ട ബലങ്ങളും ബന്ധങ്ങളും ഉണ്ടാവും. ഇടയ്ക്ക് വരുന്ന നിന്നെ പോലുള്ളവര് ഇടയ്ക്ക് വെച്ചങ്ങ് പൊയ്ക്കോളും. അപ്പോ ഞാൻ ഈ വീട്ടിലെ മരുമകളാകില്ലെന്നാ പറയുന്നേ? ആവില്ലെന്ന് ഞാൻ ബോണ്ട് എഴുതി തരാം. ആകുമെന്ന് ഞാനും ബോണ്ട് എഴുതി തരാം. കൊച്ചു പിള്ളേരെ പോലെ സംസാരിക്കല്ലേ നിഹാരിക. ഞാൻ പറഞ്ഞത് സംഭവിക്കും, നോക്കിക്കോ. നോക്കാം, നോക്കിയേക്കാം. വളരെ പെട്ടെന്ന് തന്നെ എന്നെ എന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചു. 6-ാം തീയതി അവര് കല്യാണ മുഹൂർത്തം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നിഹാരികയുടെ നിജ സ്വരൂപം പുറത്തു കാണിച്ച് എന്നെ വീട്ടിലെ മരുമകളാക്കി പരിചയപ്പെടുത്ത. അവസാന ശ്വാസം വരെ നിനക്ക് സേവകൾ ചെയ്ത് ജീവിച്ചോളാം ഞാൻ.
പൂജാമുറിയിൽ പോയി നന്നായി പ്രാർത്ഥിച്ചു അല്ലേ? അതേട്ടാ. പൊട്ട് ശരിയായിട്ടില്ല, ശരിയാക്കി തരട്ടെ? ആരെങ്കിലും കണ്ടാലോ? തന്റെ പൊട്ടൊന്ന് ശരിയാക്കി തരട്ടെ എന്നല്ലേ ചോദിച്ചുള്ളൂ, ഉമ്മ തരാനൊന്നും അല്ലല്ലോ. ഒന്ന് പോ ചേട്ടാ. ഞാൻ ശരിയാക്കി തരാം, നിക്ക്. അയ്യോ സോറിഡോ. നിക്കൊരു മിനിറ്റ്, അവിടെ അനങ്ങാൻ നിക്ക്. ഞാൻ ഊതിത്തരാം, അവ കണ്ണിന്ന് പോവും. ശ്രീകരേട്ടാ, എന്താ നിങ്ങൾ കാണിക്കുന്നേ? എന്റെ ദൈവേ, ഇത്ര തരം താഴുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ഇത് വീടാണോ അതോ മറൈൻ ഡ്രൈവ് ആണോ? എന്തെവിടെ ഉണ്ടായത്? ഞങ്ങൾക്കത് പറയാൻ വയ്യ. നിഹാരിക, എന്തെവിടെ സംഭവിച്ചത്? എനിക്കിത് പറയാൻ കഴിയില്ലമ്മ. കഷ്ടം, ചെറിയ കാര്യമൊന്നുമല്ല. കാര്യം എന്താന്ന് പറയാതെ വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എങ്ങനെയാ? ശ്രീകർ, എന്താ ഉണ്ടായെന്ന് നീയെങ്കിലും ഒന്ന് പറ. തെറ്റ് ചെയ്തത് അവരാ. അവരെങ്ങനെ പറയാനാ? അവര് പറയാൻ പോകുന്നില്ല. തെറ്റ് ചെയ്തെന്നോ? ഇതിലെന്താ തെറ്റ്? എന്താ തെറ്റെന്നോ? എത്ര കൂളായിട്ട് അവ സംസാരിക്കുന്നതെന്ന് കണ്ടില്ലേ ചേച്ചി? ഭാവി ഭർത്താവിന്റെ കേളികളൊക്കെ കണ്ട് നിഹാരിക ആയതുകൊണ്ടാ സഹിച്ചു നിൽക്കുന്നെ. ഞാനാണെങ്കി അപ്പൊ സൂയിസൈഡ് ചെയ്തേനെ. കാര്യം എന്താണെന്ന് പറയാതെ വെറുതെ എന്തിനാ ഇങ്ങനെ? ഞാൻ പറഞ്ഞു തരാം അമ്മമ്മേ, ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഏട്ടൻ ആവനെ ഉമ്മ വെക്കുമായിരുന്നു. ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യുന്നത് പോലെ. വായിടയ്ക്ക്. സത്യമാമമ്മേ, നിനക്കെന്താ വട്ട് പിടിച്ചോ? അവള് പറഞ്ഞത് സത്യാണമ്മേ. അനന്തരവളാണെന്ന് പറഞ്ഞ് റീ എൻട്രി കൊടുത്തു എന്ന് പറഞ്ഞ് ഇത്രയും തരം താഴുവോ? ശ്രീകർ, എന്തൊക്കെയാടാ ഈ കേൾക്കുന്നേ? അമ്മേ, ഞാൻ പറഞ്ഞു തരാം. ഞാൻ പൂജാമുറിയിൽ നിന്ന് പൊട്ട് തൊട്ട് പുറത്തേക്ക് വന്നു. പൊട്ട് ശരിയായില്ലെന്നും പറഞ്ഞ് ചേട്ടനത് ശരിയാക്കി തന്നു. അപ്പൊ എന്റെ കണ്ണില് കുങ്കുമം വീണപ്പോ ഏട്ടൻ ആ കുങ്കുമം ഊതി തരായിരുന്നു. അത് കണ്ടിട്ട് എല്ലാവരും വേറെന്തൊക്കെ വിചാരിച്ചു. എന്നെയും ഏട്ടനെയും അവർ തെറ്റിദ്ധരിച്ചു. എത്ര തവണ ഇത്? ഏട്ടനെ എത്ര തവണ വേണമെങ്കിലും ഏട്ടാന്ന് എനിക്ക് വിളിക്കാലോ. ഏട്ടാ ഏട്ടാ ഏട്ടാ. ഒന്ന് നിർത്താവനി. എന്തു പറ്റി നിഹാരിക? നീ എന്തിനാ ഇറിറ്റേറ്റഡ് ആവുന്നേ? നീ ഏട്ടാന്ന് വിളിക്കണ്ട, ശ്രീകർ സാർ എന്ന് വിളിച്ചാ മതി. നീ നിന്റെ മുറച്ചെറുക്കൻ വികാസിനെ എന്താ വിളിക്കാറ്? ഏട്ടാന്ന് പറഞ്ഞ് എല്ലാ കാര്യത്തിലും മുമ്പിലും ബിബിലൊന്നും ചേർക്കാറില്ല. വിക്കി എന്നാ വിളിക്കാറ്. നിനക്ക് നിന്റെ മുറച്ചെറുക്കനെ സ്നേഹത്തോടെ വിക്കി എന്ന് വിളിക്കാൻ പറ്റൂ. എനിക്ക് പക്ഷെ ബന്ധത്തിൽപ്പെട്ട ആളെ ഏട്ട എന്ന് വിളിക്കാൻ പാടില്ലേ?
ഇത് എന്ത് ന്യായമാണമ്മേ? ഇതൊക്കെ ശരിയാണോ അച്ഛാ? ഇനി അങ്ങോട്ട് ഞാൻ എല്ലാവരെയും ബന്ധം വെച്ചേ വിളിക്കൂ. അമ്മേ, അച്ഛ, മൂത്തളിയ, ചെറിയ അളിയ, ലാവണ്യ ചേച്ചി, വസന്ത ചേച്ചി, കാവ്യമോളെ എന്നൊക്കെ വിളിക്കൂ. അപ്പോഴേ നിഹാരിക എന്താ താൻ വിളിക്കുക? നീ എനിക്ക് ശേഷം നീ ഈ വീട്ടിലേക്ക് വന്നതായതുകൊണ്ട് ഞാൻ നിന്നെയും അനിയത്തേന്ന് വിളിച്ചോളാം. ഇതെന്റെ ഫാമിലിയാ നിഹാരിക. നീ ഇവിടുത്തെ അനന്തരവളാണെന്ന് കരുതി മാത്രം എല്ലാത്തിലും കേറി ഇങ്ങനെ ഇന്റർഫിയർ ചെയ്യരുത്. അമ്മേ, നിഹാരിക ഇത് എന്തൊക്കെയാ പറയുന്നത് കേട്ടോ? നോക്ക് മോളെ, എത്രയോ കാലായിട്ട് ഇവരൊക്കെ ഞങ്ങളീന്ന് അകന്നു നിൽക്കുമായിരുന്നെന്നറിയോ? ഒരുപാട് കാലം കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത്. അനന്തരവൾക്ക് അതിന്റെ അധികാരമുണ്ടോ? അതേ മോളെ, അവന് ഞങ്ങളെല്ലാവരെയും ബന്ധം വെച്ച് വിളിക്കുന്നത് നല്ലത്. നീ എന്തായാലും എന്നെ ഏട്ടാൻ തന്നെ വിളിച്ചാ മതി. അത് കേൾക്കാനൊരു സുഖമുണ്ട്. ഉറപ്പായിട്ടും ഏട്ടാ. ദാ നോക്ക്, ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്. നിഴലും സത്യവും തമ്മില് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവുന്നു. സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ ഇനി ആരും തന്നെ തെറ്റിദ്ധാരണയോടെ സംസാരിക്കരുത്. മനസ്സിലായല്ലോ? എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഏട്ടാ. ഗുഡ് നൈറ്റ്. അവനെ എല്ലാവർക്കും ഇഷ്ടാവും. നല്ല കുട്ടി അവള്. അവനിക്കിപ്പൊ ചെറിയ അഹങ്കാരമൊന്നും അല്ല. ഇനി മുതൽ എല്ലാവരെയും ഞാൻ ബന്ധം വെച്ച് വിളിക്കുള്ളൂ. അമ്മേ, അച്ഛ, വെല്ലിളിയ, ചെറിയളിയ, ലാവണ്യ ചേച്ചി, വസന്ത ചേച്ചി, കാവ്യമോളെ എന്നൊക്കെ വിളിക്കുള്ളൂ. എന്താ നിഹാരികെ, നല്ല ടെൻഷൻ ഉണ്ടല്ലോ നിനക്ക്? അവന് വീട്ടിൽ നിന്നും പുറത്തു പോയപ്പോ തലേന്നൊരു ഭാരം ഇറക്കി വെച്ച സന്തോഷമായിരുന്നു അവൾക്ക്. ഭാരം എടുത്ത് തലയിൽ വെച്ചായിരുന്ന ആ ആവനെ അനന്തരവളുടെ അവതാരം എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ നിഹാരികയുടെ BPയും അധികമായി. അതല്ലേ കാര്യം നിഹാരിക? ഞാനൊരു കാര്യം പറഞ്ഞാ ഒന്നും തോന്നരുത് ചേച്ചി. നല്ല കാര്യോ അതോ ചീത്ത കാര്യോ? നല്ല കാര്യമാണെങ്കിൽ പെർമിഷൻ ചോദിച്ച് ആരെങ്കിലും പറയോ? നീ പറയ് നിഹാരിക. നിങ്ങൾ വെറും പൊട്ടിയ ചേച്ചി. ഇതെന്താ നീ ഇങ്ങനെ പറഞ്ഞ? അരവട്ട നിങ്ങക്ക്. ആ വട്ട് മുഴുവട്ടായി കൊണ്ടിരിക്കേ ഇപ്പോ. വ്യക്തിത്വം എന്ന രോഗം ബാധിച്ച രോഗി. നിങ്ങളെ പോലെ ഉള്ളവരെയൊക്കെ ഗ്യാങ്ങിൽ നിന്ന് അടിച്ച് പുറത്താക്കണം. നിഹാരികേ, അങ്ങനെ എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നാ, നിങ്ങൾ എനിക്ക് അച്ഛനും അമ്മയും തന്ന ചേച്ചി അല്ലെങ്കിൽ പോലും ദൈവം തന്ന ചേച്ചി ആയതുകൊണ്ട്. പറയാനുള്ള കാര്യം മുഴുവൻ പറഞ്ഞിട്ടും ഇപ്പൊ ഈ കവറിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ നീ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്നേ? ഇത്രയും കാലം എന്നെ ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ ഇങ്ങനെ പറഞ്ഞേ? ഇന്നലെ വരെ ആവനി ആയുധം ഇല്ലാതെ എന്നോട് യുദ്ധം ചെയ്തത്. എന്നിട്ട് അവക്ക് ഇപ്പൊ ഒരു സൈന്യത്തെ കൊടുത്ത പോലെയായി. തിരിച്ചെന്നോട് പകരം വീട്ടാൻ വേണ്ട ശക്തി, ബന്ധുത്വം പറഞ്ഞു, രക്തബന്ധം പറഞ്ഞു അവള് സ്വന്തമാക്കി. ഇതിന്റെ എല്ലാം കാരണം നിങ്ങളാ. അതല്ല നിഹാരിക,
നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. കുറച്ചു നേരം ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കെ, അല്ലെങ്കിൽ ഇവള് പിടിച്ച് കടിക്കും. എല്ലാവരെയും ബന്ധം വെച്ച അവള് വിളിക്കുന്നെ. ഒന്നും കുഴപ്പമില്ല. അമ്മേ അച്ഛന്നൊക്കെ അവള് വിളിക്കുന്നത് നാളെ തൊട്ട് എന്റെ കാതിൽ പതിയുമ്പോ പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നും. ചെറിയ അനന്തരവള് എന്നൊരു ടാഗ് ഉപയോഗിച്ച് അവൾ ഇനി നാളെ തൊട്ട് എന്തൊക്കെ അധികാരങ്ങളാണാവോ കാണിക്കുന്നത്. എല്ലാവരെയും ബന്ധം വെച്ച് വിളിച്ച് കൊല്ലുവോ അവള്. നിഹാരിക പറഞ്ഞത് സത്യ. ഒരു കാര്യമില്ലാതെ ഞാൻ ആദരിക്ക വരെ ചെയ്തു. നിങ്ങളിത് എന്താ ചേച്ചി കാണിച്ചത്? എല്ലാവരും കൂടെ എന്നെ കോർണർ ചെയ്യല്ലേ? ആവനി ഇവിടേക്ക് തിരിച്ചു വരാനുള്ള കാരണം ഞാനാണോ? നിഹാരികയുടെ അച്ഛനും വികാസും അല്ലേ? പിന്നെ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടുകാര് തമ്മിൽ അടിച്ച നാട്ടുകാർക്ക് പറയാൻ കഥ ഉണ്ടാവൂന്നാ. നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴക്കടിക്കുന്ന കണ്ടു കഴിഞ്ഞാ ആവനിക്ക് കാര്യങ്ങൾ എളുപ്പമാവും. തലയിൽ കയറിയിരിക്കും. എല്ലാവരും ചേർന്ന് വികാസമായിട്ടുള്ള കല്യാണം പെട്ടെന്നൊന്ന് നടത്തിയാ മതി. നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ തീരും. നോക്ക് നിഹാരിക, ഇതെന്റെ ഒരു അപേക്ഷയാ ചേച്ചി. നിങ്ങളൊന്ന് പോ. അവള് ചിലപ്പോ കടിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നമുക്ക് പോവാം, വാ. അവനെ ഇത്രയും കാലം നമ്മളായിട്ട് ഒരു അകലം പാലിച്ചിരുന്നു. ഇപ്പൊ തട്ടിക്കളിക്കുക. അവൾക്ക് ഈ വീട്ടിൽ എന്തോ അധികാരം ഉള്ളതുപോലെ. കാര്യങ്ങൾ മൊത്തം ഇപ്പൊ കയ്യിൽ നിന്ന് പോയില്ലേ? സംഭവിച്ചത് ഇങ്ങനെ എത്ര നേരം പറഞ്ഞോണ്ടിരിക്കും? അത് വീട്. ആരാ ഇവര്? നിങ്ങൾ ആരാ? വേദവതി അമ്മയോടൊന്ന് സംസാരിക്കണം. അമ്മേ, ആരോ വന്നിട്ടുണ്ട്. ആരാ നിങ്ങള്? ഐ എം സിദ്ധാർത്ഥ. ടോപ്പ് റൈറ്റ് മാഗസിനുകളിൽ റെഗുലറായിട്ട് എൻ്റെ ഫോട്ടോസ് വരാറുണ്ട്. എൻ്റെ ബിസിനസിനെ കുറിച്ച് എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അതിന് ഞങ്ങളെ കാണാൻ വന്ന എന്തിനാണ്? നമുക്കിരുന്ന് സംസാരിച്ചാലോ? ഇരുന്നുള്ളൂ. താങ്ക് യു. പറയൂ. സ്ട്രൈറ്റ് ആയിട്ട് മാറ്ററിലേക്ക് വരാം. ഇന്നലെ ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിൽ പോയിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ എനിക്കൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. സോ എല്ലാവരുടെയും ലാൻഡ് വാങ്ങുന്നതിന് വേണ്ടി കർഷകരോട് ഒരു മീറ്റിങ്ങിന് വരാൻ പറഞ്ഞിരുന്നു. കർഷകരെല്ലാം വേദവതിയമ്മയുടെ പെർമിഷൻ വേണമെന്നാണ് പറഞ്ഞത്. എനിക്കത് വളരെ ഫണ്ണി ആയിട്ട് തോന്നി. നിങ്ങളുടെ പെർമിഷൻ വാങ്ങിക്കാൻ നിങ്ങളെന്താ ഗവൺമെന്റ് ആണോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കുറച്ച് കൂടുതൽ ഭൂമിയുണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ആ ഭൂമി നിങ്ങൾ ഞങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ട് മറ്റുള്ളവരത് വിൽക്കാൻ തയ്യാറാകും. ആ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി വന്നതാ. ക്ഷമിക്കണം, അത് വിൽക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഇന്നത്തെ കാലത്ത് കൃഷിയൊക്കെ ചെയ്ത് എന്തുണ്ടാക്കാനാ? ശരിയായിരിക്കും, പക്ഷെ അത് ഞങ്ങളുടെ പൂർവികരാൽ കൈമാറി വന്ന ആസ്തിയാ. അത് വിൽക്കാൻ കഴിയില്ല. ഇരട്ടി വില തരാം. പണത്തിനിവിടെ ഒരു പ്രാധാന്യമില്ല. എനിക്കുണ്ടല്ലോ. അത് നിങ്ങളുടെ ഇഷ്ടം. നന്നായിട്ടൊന്ന് ആലോചിക്കേ. അതെ അമ്മേ, ഒരു കാര്യം. എന്താ? അത് വിറ്റ് കളഞ്ഞേക്കമ്മേ. നീ എന്താ അങ്ങനെ പറയുന്നത്? അതിൽ നിന്ന് നമുക്ക് വരുന്ന ആദായം കുറവാ, പക്ഷെ പണി കൂടുതലാ. പിന്നെ നമ്മൾ എല്ലാ വർഷവും ഒരുങ്ങിക്കെട്ടി ചെന്ന് ചടങ്ങുകൾ നടത്തിയും പ്രസാദമൊക്കെ കൊടുക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അതെ അമ്മമ്മേ, ആ ഉത്സവത്തിന്റെ അന്ന് എവിടെ എന്തൊക്കെ നടക്കുമെന്ന് ആർക്കും അറിയില്ലല്ലോ. എപ്പോ പോയാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ.
എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോ ഇവർക്ക് വിൽക്കുന്നതാവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ടമ്മേ. നീ ഒരിക്കലും അത് പറയരുത്. ഫാമിലിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഒന്ന് ആലോചിച്ചൂടെ? റേറ്റിന്റെ കാര്യത്തിൽ 5 10 കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞോളൂ. അതൊന്നും ഞങ്ങളുടെ സാറിനൊരു പ്രശ്നമല്ല. നിങ്ങളൊക്കെ തരാന്ന് പറയുന്ന ഒരു ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആരും ഇവിടെയില്ല. ഭിക്ഷ എന്ന് പറയരുത് സാർ, ഇത് വ്യാപാരമോ? ധർമ്മമില്ലാത്ത വ്യാപാരം ഞങ്ങൾ ചെയ്യാറില്ല. ധർമ്മമോ? അതെ, ആ ഭൂമിക്ക് ഒരു ചരിത്രമുണ്ട്. അതൊന്നും പറഞ്ഞാ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വന്നത് ഈ വിഷയം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നും പോവാം. അവിടുത്തെ കർഷകര് 3 നേരം വയറ് നിറയെ കഴിക്കുന്നുണ്ട്. പാവം അവരെ അങ്ങനെ ജീവിക്കാൻ വിടണം. ആഫ്റ്റർ ഓൾ കർഷകരെ കുറിച്ചാണ് ആലോചിക്കുന്നത്. കർഷകർ ആഫ്റ്റർ ഓൾ അല്ല സർ,